ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെറുതെ വെള്ളത്തിലിട്ട് വളർത്തിയെടുത്ത് നമുക്ക് സ്ഥിരമായിട്ട് കറി വെക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചീരയെ പരിചയപ്പെടാം. വാട്ടർ സ്പിനാച്ച് അല്ലെങ്കിൽ വയൽ ചീര എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നമ്മളിൽ പലരും മിക്കവാറും ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതൊരു ചീരയാണെന്ന് പലരും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളുടെ വാട്ടർ സ്പിനാച്ച് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വയൽ ചീര എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതിലൊരു ലൈറ്റ് വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകും. ചുമ്മാ വെള്ളത്തിൽ കൊണ്ടുവന്ന് വെച്ച് ഇട്ടാൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകുന്നതാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ഒരു തണ്ടിട്ടിട്ട് 2-3 ദിവസമായിട്ട് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം തന്നെ അതാ പുതിയ ലീഫൊക്കെ വന്ന് പെട്ടെന്ന് ആർത്ത് വളരുന്നതാണ്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമുക്ക് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാൽസ്യം അയണും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അനീമിയ പോലെയുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ വയൽച്ചീര ഉണ്ടല്ലോ, ദുബായ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സെയിലിന് വെച്ചിരിക്കുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് വാട്ടർ സ്പിനാച്ച് അല്ലെങ്കിൽ വയൽച്ചീരയുടെ തൈകൾ ഈസി കെയറിങ് ആണ്. വെറുതെ ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വളർന്ന് സ്പ്രെഡ് ആകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ വളർത്തുമ്പോൾ ചിലപ്പോൾ കൊതുകൊക്കെ വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ അസോളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് സ്പ്രെഡ് ആകുകയും കൊതുകിന് വളരാനുള്ളൊരു ഒരു സ്പേസ് ഇല്ലാതെ വരികയും ചെയ്യും. അപ്പോൾ വാട്ടർ സ്പിനാച്ച് ഇതാ കണ്ടോളൂ, ഇലകൾ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ കുറച്ച് നീണ്ടിട്ടാണ്, കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ലീഫിന്. ഭംഗിയിലുപരി ഒത്തിരി ആൻറ്റി ഓക്സൈഡ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വയൽച്ചീര ആവശ്യമുള്ളവർക്ക് നമ്മളുടെ വാട്സപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ നമ്മളുടെ കാറ്റലോഗ് വഴിയോ എങ്ങനെ വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ്.